നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവേൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ പരീക്ഷകളുടെ നടുവിൽ തകർന്നു പോകാതെ ഇന്ന് പകലും നാം നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം നീതിമാൻ വീണ് കിടക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതവനെ പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടന്നു പോവുകയാണ്. ഓരോ പരീക്ഷയെയും നാം അതിജീവിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്, നാം വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന പരാജയങ്ങളുടെ നടുവിൽ നമ്മെ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്ന കാഴ്ച കാണുമ്പോൾ അവൻ നമ്മെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ നമ്മെ സഹായിക്കുന്ന ദൈവമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുമ്പോൾ, അവൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ, വീണ്ടും സാരമില്ലെന്ന് പറയുന്നത്, ഭയപ്പെടേണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, നിനക്ക് ദീർഘദൂര യാത്രയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പകരം ചെയ്യാതെ നമ്മെ തൻ്റെ പുണ്യാഹരക്തത്താൽ ശുദ്ധീകരിക്കുകയും വീണ്ടും ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ അരമുറുക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നാം വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. നമ്മുടെ ബോധ്യം ഒന്നുകൂടി ശക്തിപ്പെടുകയാണ്. അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നെ തള്ളിക്കളയില്ല. എത്ര വലിയ തിരകൾ ആഞ്ഞടിച്ചാലും ഇന്ന് പകൽ നമുക്ക് പറയുവാൻ കഴിയും, അവൻ എന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ അക്കരെ എത്തിക്കുന്ന ദൈവമാണ്. ഇടവഴിയിൽ കാറ്റ് പ്രതികൂലമായാലും തിര ആഞ്ഞടിച്ചാലും എൻ്റെ പടകം മുങ്ങിപ്പോകത്തില്ല. എന്തുകൊണ്ട്? അവൻ എന്നെ കൈവിടില്ല. അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ സ്ഥിരത കൈവരിക്കുന്നത് പരീക്ഷയുടെ നടുവിലാണ്. ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ അത്ഭുതകരത്തിൻ്റെ ശക്തി കണ്ടപ്പോൾ അവരെല്ലാവരും വിസ്മയിച്ചു, അവരാശ്ചര്യപ്പെട്ടു. യേശു കർത്താവ് ഗെത്സമനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവേ, അവിടുന്ന് തന്നെയാണ് ദൈവപുത്രനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, പിതാവേ, അവിടുന്ന് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് ഏറ്റെടുത്തിരിക്കുന്നു, അവർ വിശ്വസിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ആരംഭിക്കുന്ന ഗെത്സമനയിൽ യേശു ഒരു കാര്യം ഉറപ്പുവരുത്തി, അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പരീക്ഷകളുടെ നടുവിൽ നാം വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. എപ്പോഴാണ് നാം ഉറയ്ക്കുന്നതെന്നോ? നമ്മെ കൈവിടാതെ, നാം തളർന്നു പോകാൻ അനുവദിക്കാതെ കൂടെ വരുന്നവനെ കാണുമ്പോൾ ഒരു കാര്യം നാം ഉറപ്പിക്കും, അവൻ എന്നെ കൈവിടില്ല. ഞാൻ അകന്നാലും അവൻ അകലില്ല. ഞാൻ വീണാലും അവൻ എൻ്റെ കൈക്ക് പിടിക്കും, അവൻ എഴുന്നേൽപ്പിക്കും. നിത്യതയിൽ എത്തിക്കുന്നത് വരെ അവൻ എൻ്റെ കൂടെ ചലിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് തന്നതിലൊന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതെ, നിത്യതയിൽ എത്തിക്കുന്നത് വരെ
ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരുതൽ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. നീ ഭയപ്പെടണ്ട. നീ ഇന്ന് പകൽ ഈ ബലത്തോടെ പോകാം. ദൈവം നിന്നോട് കൂടെയുണ്ട്. മാറാത്തവനായി ഇന്ന് പകൽ അവൻ കൂടെയുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.